തന്റെ കുഞ്ഞുനാളിൽ പരിശുദ്ധ കുർബാനയിൽ തോന്നിയൊരു കൗതുകം, അന്ന് സ്ട്രൈക്ക് ചെയ്ത എന്തോ ഒരു കാര്യം അതിന്ന് ഒരു തിരുപ്പട്ടത്തിൽ എത്തിക്കാൻ പോവുകയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രസകരമായ എന്തൊക്കെയോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതൊന്ന് ഷെയർ ചെയ്യും. ഞാൻ ചെറുപ്പകാലത്ത് അമ്മയുടെ കൂടെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നത്. ഞാനും എൻ്റെ അനിയനും അമ്മയുടെ കൂടെയാണ് പോയിരുന്നത്. അപ്പോൾ പാവറട്ടിയാണ് എൻ്റെ ഇടവക. അപ്പോൾ വലിയ ദേവാലയം ആയതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ സമയത്ത് മറ്റു കുട്ടികളുടെ കൂടെ ഓടിക്കളിക്കാനും അങ്ങനെയൊക്കെ ഞങ്ങൾ സമയം ചിലവഴിക്കാറുണ്ട്. അമ്മയുടെ കണ്ണ് തെറ്റുന്ന അവസരത്തിൽ ഇടയ്ക്ക് പള്ളിയിൽ പുറത്തേക്ക് ഓടും. ചെറിയ പിള്ളേരൊക്കെ ഇപ്പോൾ കാണിക്കുന്ന അതേ ഒരു കുസൃതി ഞാനും കാണിക്കാറുണ്ട്. അപ്പം അമ്മ പിടിച്ചുകൊണ്ട് വരും, പള്ളിയത്ത് കൊടുന്നിരുത്തും, വീണ്ടും പോകും. ഒരു ദിവസം ഇതുപോലെ വിശുദ്ധ കുർബാനയ്ക്ക് ഇടയ്ക്ക് ഇറങ്ങി ഓടി എന്നെ പാവറട്ടി സെൻറ്റർ വരെ, ഞങ്ങളുടെ പള്ളിയുടെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ ദൂരമുണ്ട്, പാവറട്ടി സെൻറ്റർ വരെ അമ്മയ്ക്ക് പുറകെ ഓടേണ്ടി വന്നു പിടിച്ചുകൊണ്ട് വരാനായിട്ട്. അങ്ങനെ അമ്മ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു. അന്ന് വീട്ടിൽ ചെന്ന് അമ്മ പറഞ്ഞു, ഇനി മുതൽ എൻ്റെ കൂടെ വിശുദ്ധ കുർബാനയ്ക്ക് വരണ്ട, പപ്പയുടെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. പപ്പയുടെ കൂടെ ഇപ്പോൾ അമ്മയുടെ അടുത്ത് എടുക്കുന്ന വിളച്ചിലുകളൊന്നും എടുക്കില്ല, പപ്പയുടെ കൂടെ ശാന്തമായിട്ട് ഇരിക്കും. അപ്പോൾ വിശുദ്ധ കുർബാന നമുക്കറിയാം സമയം പോകുന്നില്ല. അപ്പോൾ ആ അവസരത്തിൽ ഞാൻ നേരം പോകാനായിട്ട് കണ്ടെത്തിയിരുന്ന മാർഗ്ഗം അനിയനെ എന്തെങ്കിലും പിച്ചോ തോണ്ടൊക്കെ ചെയ്തൊന്ന് കരയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വികൃതി വല്ലാതെ കൂടുമ്പോൾ പപ്പയുടെ കയ്യിൽ നിന്ന് നല്ല പിച്ച് കിട്ടും. അപ്പോൾ അത് അത്യാവശ്യം നല്ല വേദനയുണ്ടാവും, പിന്നെ കുറച്ച് സമയത്തേക്ക് നല്ല ശ്രദ്ധയുണ്ടാവും കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്. അങ്ങനെ ഒരു തവണ പിച്ച് കിട്ടിയ നേരത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അച്ഛനൊരു ഓസ്തി എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല, നിത്യം ജീവിക്കും എന്ന് പറയുന്നു. ഓൾട്ടർ വോയിസ് മണിയടിക്കുന്നു, കൊയറ് പാട്ട് പാടുന്നു, ഒരു ബഹളമായി. അച്ഛൻ പറഞ്ഞൊരു വാചകം എന്നെ സ്ട്രൈക്ക് ചെയ്തു, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ വലിയ ഓസ്തി ഭക്ഷിച്ചു, എല്ലാവർക്കും ചെറിയ ഓസ്തി കൊടുത്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറുപ്പകാലത്തുള്ള ആഗ്രഹമാണ് കുറേ കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കണം, മരിക്കാൻ ആർക്കും താല്പര്യമില്ല. അങ്ങനെ ഞാൻ ആലോചിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഒരു വഴി കണ്ടു കിട്ടിയത്, ഇത് ഭക്ഷിച്ചാൽ മരിക്കില്ല, അങ്ങനെയാണെങ്കിൽ ഇത് ഭക്ഷിക്കണമെങ്കിൽ അച്ഛനാകണം. അതാണ് എനിക്ക് ആദ്യമായിട്ട് അച്ഛനാകാനായിട്ട് ഒരു സ്പാർക്ക് കിട്ടുന്നത് അന്നാണ്. പിന്നീട് അവിടെ അച്ഛൻ ഉദ്ദേശിച്ച മരണം എന്താണെന്നും ജീവിതം എന്താണെന്നൊക്കെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെയും എൻ്റെ പാരൻസിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആഗ്രഹം ഉള്ളിൽ കടന്നു. അത് പ്രാർത്ഥിക്കുന്ന അവസരത്തിലും കൊന്ത ചൊല്ലുന്ന അവസരത്തിലൊക്കെ എൻ്റെ ഉള്ളിൽ എപ്പോഴും അച്ഛനാകണമെന്നൊരാഗ്രഹം സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെ കിടന്നിരുന്നു. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ അനുവാദം ചോദിച്ചു, വീട്ടുകാർ സമ്മതിച്ചില്ല. +2 കഴിഞ്ഞാണ് പിന്നീട് സെമിനാരിയിൽ ചേരുന്നത്. ഇന്നിപ്പോൾ പൗരോഹിത്യത്തോടെ അടുത്ത് നിൽക്കുമ്പോൾ മനസ്സിലേറെ സന്തോഷമാണ്. തീർച്ചയായിട്ടും എൻ്റെ ദൈവവിളിയിൽ കൃത്യമായ നിർണായകമായ പങ്കുവഹിച്ചതിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതവും വിശ്വാസ ജീവിതവും ഉണ്ട്. ഒപ്പം എൻ്റെ ആൻറ്റിമാരും വല്യമ്മമാരായിട്ടുള്ള സിസ്റ്റേഴ്സായിട്ടുള്ളവരുടെ പ്രാർത്ഥനയും മാതൃകയും എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്.